യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കാൻ ആഗ്രഹിച്ചത്. യോഹന്നാൻ്റെ ലേഖനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുറിച്ച് കാണുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നു. വി നോ നമ്മൾ അറിയുന്നു. സർട്ടനായിട്ടുള്ള കാര്യമാണ് യോഹന്നാൻ പറയുന്നത്. അൺസർട്ടനായിട്ടുള്ള കാര്യമല്ല, നമുക്കറിയാം. വി നോ നമ്മളൊരു വേദഭാഗം, ഒരു പാസേജ് നമ്മൾ വായിച്ചു. ആ ഭാഗത്തേക്ക് നമ്മൾ വരും. എന്നാൽ അല്പം ചില കാര്യങ്ങളിലൂടെ തുടർന്ന് നമ്മൾ പറഞ്ഞ് മുൻപോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ആ യോഹന്നാൻ്റെ ഒന്നാം ലേഖനം നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ലേഖനമാണ്. യോഹന്നാൻ രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നു. ഒന്ന്, പ്രൊഫസിംഗ് ബിലീവേഴ്സ്, they are not true born again children of God എന്നുള്ളത് യോഹന്നാൻ വ്യക്തമാക്കുന്നു. പലരും എന്നാൽ ട്രൂ ആയിട്ടുള്ള ബോൺ അഗെയിൻ ആയിട്ടുള്ള വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് അവരെ എങ്ങനെ അറിയാം, അവരവർക്ക് തന്നെ എങ്ങനെ അറിയാം, ആ ഒരു സർട്ടനിറ്റിയെ കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്. പ്രധാനമായിട്ട് രണ്ട് സർട്ടനിറ്റിയെ കുറിച്ചാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ, ഒന്നാമത്തെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന്, ദ സർട്ടനിറ്റി അബൌട്ട് ക്രൈസ്റ്റ്, ക്രിസ്തു ആരാണ് എന്നുള്ളതാകുന്ന ആ ഉറപ്പായ ഒരു നിർണയം. യോഹന്നാൻ അവിടെ ഇവിടെ ഒന്നും തട്ടിയൊന്നുമല്ല ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. വളരെ വി നോ, ഞങ്ങൾ കണ്ടെന്നാണ് പറയുന്നത്, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ സ്പർശിച്ചു എന്നൊക്കെയുള്ള വാക്കുകളാണ് യോഹന്നാൻ ഉപയോഗിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ വളരെ വ്യക്തതയോടെ, ഇറ്റ് ഈസ് സോ സർട്ടൻ. അതുകൊണ്ട് അത് വളരെ പ്രാധാന്യമുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സർട്ടനിറ്റി അബൌട്ട് ക്രൈസ്റ്റ്, ആൻഡ് സെക്കൻഡ്, സർട്ടനിറ്റി അബൌട്ട് ഇറ്റേണൽ ലൈഫ്. രണ്ട് കാര്യങ്ങളാണ് യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒന്ന്, ക്രിസ്തു ആരാണ് എന്നുള്ള ആ സർട്ടനിറ്റി. രണ്ട്, നിത്യജീവനെ കുറിച്ചുള്ളത്. ഇത് രണ്ടും വളരെ ബന്ധപ്പെടുത്തിയാണ് യോഹന്നാൻ പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു കാര്യം പറഞ്ഞു. നമ്മൾ വായിച്ചതാകുന്ന ആ വേദഭാഗത്ത് യോഹന്നാൻ 3 പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ് വീണ്ടും ജനന അനുഭവം പ്രാപിച്ച ഒരു ദൈവവചനത്തെ കുറിച്ച് പറയുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. ആ 3 കാര്യങ്ങൾ നമ്മൾ കാണുന്നു. ഒന്ന്, ഫെയ്ത്ത്. രണ്ട്, ലവ്. ഫെയ്ത്ത്, ലവ് ആൻഡ് ഒബീഡിയൻസ്. വിശ്വാസം, സ്നേഹം, അനുസരണം. ഈ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഉള്ളതാണ്. അപ്പോൾ ആരിലാണ് ഉള്ള വിശ്വാസം എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നു. അവിടെ വളരെ വ്യക്തമാണ്, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ. സോ ദ നമ്പർ 1 ടെസ്റ്റ് ഈസ് ഡോക്ട്രൈനൽ ടെസ്റ്റ്. ഡോക്ട്രൈനൽ ടെസ്റ്റ് ഉപദേശപരമാകുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഇത് വളരെ വളരെ ഈ അബദ്ധങ്ങൾ പറ്റുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെങ്കിൽ അബദ്ധമാണെന്ന്, അല്ലെങ്കിൽ ആ ദൈവവചനം അതിന് വിരുദ്ധമായി, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നതിന് വിരുദ്ധമായിട്ടാണ് ദൈവവചനം സംസാരിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അബദ്ധങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. They are not born again when it comes to the basic doctrines of Christ. അതുകൊണ്ടാണ് യോഹന്നാന്റെ 2-ാം ലേഖനത്തിൽ യോഹന്നാൻ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2-ാമത്തെ ലേഖനം, ഞാൻ അധ്യായം പറയത്തില്ല, നിങ്ങൾ കണ്ടുപിടിച്ചോ. 1-ാം വാക്യം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അത് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. നോക്കിയ, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അത്
കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. It is as plain as saying sky is blue. It is as plain as that. വളരെ വ്യക്തമാണ്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ, the doctrine of Christ, what the Bible speaks about Jesus Christ, if we don't believe that, if I don't continue to hold on to that basic doctrine about Jesus, then I don't have God. അത് വളരെ വ്യക്തമാണ്. ഞാൻ പറയുന്നത് ചില അബദ്ധങ്ങളും ഒക്കെ പലർക്കും പറ്റും. എന്നാൽ ദൈവവചനം മനസ്സിലാക്കി കഴിയുമ്പോൾ അയ്യോ ഞാൻ വിശ്വസിച്ച പോലെ അല്ലല്ലോ എന്ന് മനസ്സിലാകുമ്പോൾ ചേഞ്ച് ആകും. ഇഫ് യു ആർ ട്രൂലി ബോൺ അഗെയിൻ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അബദ്ധങ്ങൾ പറ്റിയാലൊന്നും ഞാൻ പറയുന്നില്ല. അബദ്ധങ്ങൾ പറ്റാം. പക്ഷെങ്കിൽ once it is clear to us what the word of God tells about Jesus, പിന്നെ അബദ്ധങ്ങളെ പിടിക്കാൻ പോകുന്നവൻ വിളിച്ചെടുത്തവനല്ല. യോഹന്നാൻ പറയുന്ന, ഞാൻ ഈ കാര്യം ഇത് വളരെ എംഫസിസ്, കാരണം യോഹന്നാൻ അപ്പോസ്തലൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ സർട്ടനായിട്ടാണ് പറയുന്നത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ഞും ആടിയും ഒന്നുമല്ല പറയുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യോഹന്നാൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, the eternal divine sonship of Christ, നിത്യനായ ദൈവപുത്രനായ ദൈവമായ ക്രിസ്തു. അതൊരു കോംപ്രമൈസും ഇല്ലാത്ത ഡോക്ട്രിൻ. രണ്ട്, ആ ദൈവപുത്രനായ ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന ഉപദേശം. അതുകൊണ്ടായി യോഹന്നാൻ പിന്നെ പറയുന്നുണ്ട്, ഇത് സാക്ഷ്യം പറയുന്ന മൂവർ ഉണ്ട്, ആത്മാവ്, ജലം, രക്തം. അത് ഒരു പ്രത്യേക സാഹചര്യത്തിലായി യോഹന്നാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ, അന്നുണ്ടായിരുന്ന പലരും ചിന്തിച്ചിരുന്നത് യേശു ബോഡിയിൽ വന്നില്ല. ഇറ്റ് സീംഡ്. പിന്നെ പല ചിന്തകളുണ്ടായിരുന്നു യേശു കർത്താവിനെ കുറിച്ച്, പല ചിന്തകൾ. യോഹന്നാൻ പറയുന്നോ, അതായത് യേശു കർത്താവിന്റെ ബാപ്റ്റിസത്തിൽ അതായത് അന്നുണ്ടായിരുന്ന ഒരു ചിന്തയുണ്ട്. സെരന്ത്യൻ എന്ന് പറയുന്ന ഒരാളിന്റെ ഉപദേശമുണ്ട്. അതായത് യേശുവിന് ഡിവിനിറ്റി കിട്ടിയത് അവന്റെ സ്നാനത്തിന്റെ സമയത്ത് ആ ഡിവിനിറ്റി ക്രൂസിൽ വെച്ചാണ് പോയി. ഒരു സാധാരണ മനുഷ്യൻ എന്ന് പഠിപ്പിക്കുന്ന ഒരു ഉപദേശം ഉണ്ടായിരുന്നു. യോഹന്നാൻ അതിനെതിരെയാണ് പറയുന്നത്. സാക്ഷ്യം പറയുന്ന മൂവരുണ്ട്, ആത്മാവ്, ജലം, രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജലത്തിൽ വെളിപ്പെട്ട ദൈവപുത്രനായ ക്രിസ്തു ക്രൂശിൽ മരിച്ചു, ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ കാര്യം നമുക്ക് പെട്ടെന്ന് ഈ കാര്യം വേണമെങ്കിൽ ചില വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. യോഹന്നാൻ പറയുന്നത്, കർത്താവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. ഒന്ന്, യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത്. അത് 4-ാം അധ്യായം 9-10 വാക്യങ്ങളൊക്കെ വായിച്ച് 4-ന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിനും ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ. നോക്കുക, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. The eternal Son of God was sent by the Father എന്നാണ് യോഹന്നാൻ പറയുന്നത്. ഇനി അങ്ങനെ വന്ന ആ ഇറ്റേണൽ നിത്യനാകുന്ന ദൈവപുത്രൻ അവിടുത്തെ ആ മാനിഫെസ്റ്റേഷനിൽ അവിടുന്ന് അതിന്റെ 5:20 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം
അറിയുന്നു. എന്തൊരു സർഫിനാ യോഹന്നാൻ പറയുന്നത്. ദൈവപുത്രൻ വന്നു, ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നു. സത്യ ദൈവത്തെ അറിവാൻ നമുക്ക് വേഗം തന്നു. യോഹന്നാൻ അതല്ലേ പറയുന്നത്, സകല മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം എന്തൊരു മനോഹരമാണെന്നറിയോ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു നമുക്ക് പറഞ്ഞു വന്നേച്ച്. വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ഉളവായതൊന്നും ആ ഒരൊറ്റ വേഴ്സിൽ കർത്താവിന്റെ ആ ഡിവിനിറ്റി പ്രൂവ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് കേവലം ഒരു സൃഷ്ടിയുടെ ഭാഗമല്ല, പിന്നെന്താ, സൃഷ്ടാവാണ്. കാരണം ഉളവായതൊന്നും അവനെ കൂടാതെ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയെല്ലാം ആരെ കൂടാതെ ഉളവായതല്ല എന്ന് പറഞ്ഞാൽ യേശു സൃഷ്ടി അല്ലെന്നാണ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്. ജീസസ് ഈസ് not a part of creation, rather he is the creator. ആ സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ട് അതാ യോഹന്നാനോട് പറയുന്നത്, ദൈവപുത്രൻ വന്നു എന്നും സത്യ ദൈവത്തെ അറിവാൻ നമുക്ക് എന്ത് തന്നു, വിവേകം തന്നു. ഇനി ആ കാര്യം ഈ കർത്താവിന്റെ മാനിഫെസ്റ്റേഷനെ കുറിച്ച് യോഹന്നാൻ പറയുന്നത് എത്ര ഉറപ്പോടുകൂടി. അതിന്റെ 2-ാമത്തെ വാക്യം, 1 യോഹന്നാൻ 1-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. 1 യോഹന്നാൻ. ഞങ്ങളുടെ കൈ തൊട്ടതും തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ നോക്കിയതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്പർശിച്ച, he came into the flesh, he manifested himself in the flesh. ഫ്ലഷിൽ, അതായത് ജഡത്തിൽ ക്രിസ്തു എന്ത് ചെയ്തു, വെളിപ്പെട്ടു. നമ്മൾ അവതരിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ആ വാക്ക് ഒഴിവാക്കുന്നത് നല്ലത്. അതിനൊരു വേറൊരു കൊണോട്ടേഷൻ ഉള്ളത്. അവതാരങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനല്ല, യേശു ക്രിസ്തു എന്ത് ചെയ്തു, ജഡത്തിൽ വെളിപ്പെട്ടു. പിന്നെ ചില പാട്ടിലൊക്കെ ചിലപ്പോൾ എന്തുവാ അതൊന്നും ആ പ്രാസം ഒപ്പിച്ചു വരാൻ ചിലപ്പോൾ ആ വാക്ക് വേറെ വാക്കില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്നാല് നമ്മൾ ആ വാക്ക് നിവൃത്തിയുള്ളിടത്തോളം അങ്ങ് ഒഴിവാക്കുന്നതല്ല. ദൈവപുത്രൻ എന്ത് ചെയ്തു, ജഡത്തിൽ വെളിപ്പെടുകയാ ചെയ്യുന്നത്. ഒരു മാനിഫെസ്റ്റേഷനാണ് അത്. ജഡത്തിൽ വെളിപ്പെട്ടത് വളരെ വ്യക്തമായിട്ട് we know. അതിന്റെ 3-ന്റെ 5 ഒന്ന് വായിച്ചേ. 3-ന്റെ 5 പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയും. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. ജഡത്തിൽ എന്തിനാ ദൈവപുത്രൻ വെളിപ്പെട്ടത്? പാപങ്ങളെ നീക്കുവാനാണ്. കാരണം നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് സൂചിപ്പിച്ചല്ലോ, he shared our humanity. ഷെയർ ചെയ്യുന്നത് എന്തിനാണ്? ദൈവത്തോട് നമ്മളെ നിരപ്പിക്കുക. ദൈവത്തെ അപ്പോൾ ഒന്നാമത്തെ ആദാം ഫെയിലായ സ്ഥാനത്ത് ഫെയിലായി. ഒന്നാമത്തെ ആദാം. എന്നാൽ ഒടുക്കത്തെ ആദാം നമ്മൾ എന്ത് ചെയ്തു? ആസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് അസ് ഫെയിലാകുന്നിടത്ത് ജയിച്ചു. അതാണ് കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ ആ സൃഷ്ടിയെ കുറിച്ച് ഒന്നും ഫെയിലായില്ല. അവസാനം പുത്രൻ താനും സകലവും തനിക്ക് കീഴ്പ്പെടുത്തിയവരെ അത് വരാൻ പോകുന്നൊരു കാര്യം. അപ്പോൾ നമ്മുടെ അവസ്ഥയിലേക്ക് പുത്രൻ വെളിപ്പെട്ടു. അതൊരു റിയൽ ട്രൂത്താ. യേശു ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ള ട്രൂത്ത്. എന്നിട്ട് പറയുക, അവനിൽ എന്തില്ല? പാപങ്ങളെ നീക്കാൻ
പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. എന്നാൽ അവരിൽ എന്തില്ല? പാപമില്ല. അത് അണ്ടർലൈൻ ചെയ്യണം. അതിന്റെ കാരണം കുറച്ചു നാൾ മുമ്പ് ഞാൻ കേട്ടു, ഞാൻ ഈ വ്യക്തികളെ അല്ല വിമർശനമല്ല, കറക്ഷനാണ്, ആശയങ്ങളെ കറക്റ്റ് ചെയ്ത് പോകേണ്ടത് ആവശ്യം. കുറച്ചു നാൾ മുമ്പ് ഞാൻ കേട്ടു യേശു, അതായത് എബ്രാഹിം 5-ാം അധ്യായത്തിൽ ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും പിന്നെ എന്ത് ചെയ്യുന്നു? ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കും. എന്നിട്ട് അതിൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ എനിക്ക് വലിയ ദുഃഖം തോന്നിയത്, അതിന്റെ പുറകിലുണ്ടായിരുന്നത് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് എന്നുള്ള ഒരു ബാനർ. അത് കണ്ടപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാനത് ഇതെടുത്ത് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാം, നിങ്ങൾക്കറിയാമോ ക്രിസ്തു എന്താണ് പ്രാർത്ഥിച്ചതെന്ന്? ക്രിസ്തു പ്രാർത്ഥിച്ചത് മറ്റൊന്നുമല്ല. ക്രിസ്തു പ്രാർത്ഥിച്ചത് ഒന്നാമത്തെ ആദാം ദൈവം അവനെ ഏൽപ്പിച്ചതാകുന്ന ആ ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്യാൻ കഴിയാതെ പാപത്താൽ അവൻ മരിച്ചു. രണ്ടാമത്തെ ആദാം, അല്ലെ ഒടുക്കത്തെ ആദാമാകുന്ന ക്രിസ്തു വന്നപ്പം പിതാവിനോട് പറയുകയാണ്, പിതാവേ, ഞാൻ പാപം ചെയ്ത് ആത്മീകമായി മരിക്കാനിടയാകരുതേ എന്നാണ് ക്രിസ്തു പ്രാർത്ഥിച്ചത്. ഒരു അധികാര സ്ഥാനത്തുണ്ടായിട്ട് ഹല്ലേലൂയ, എന്റെ നെഞ്ചത്ത് ഞാൻ സത്യമായിട്ട് അടിച്ചു. എന്നായി പറയുന്നേ? പാപം ചെയ്ത് ഞാൻ, വചനം എന്താ? അവനിൽ പാപം ഇല്ല. ഇനി അതിന്റെ ഒരു മറുവശം ഞാൻ പറയാം. എന്നുകൊണ്ട് ക്രിസ്തുവിനുണ്ടായ ടെംപ്റ്റേഷൻ ലഘുവാണെന്ന് ആരും ചിന്തിക്കരുത്. ലഘുവല്ല. ഇറ്റ് വാസ് മോർ ഇന്റൻസ് ദാൻ. കാരണം എന്നറിയാമോ? നമ്മൾ ചിന്തിക്കും നമുക്കുണ്ടാകുന്ന ടെംപ്റ്റേഷൻ ആണ് മോർ ഇന്റൻസ്. അല്ല, ഞാൻ പറയാം, ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല ഒരു വൃത്തിയും ഒക്കെ ഉള്ള സ്ഥലത്ത് താമസിക്കുന്നവരാണ്. എന്നാൽ എനിക്കറിയത്തില്ല നിങ്ങൾ താമസിച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം 1 മാസം ഒരു സ്ഥലത്ത് താമസിച്ചു. ഒരു ചേരി സ്ഥലത്ത് താമസിച്ചു. 1 മാസമേ താമസിക്കാതെയും അനുവദിച്ചുള്ളൂ. അത്രയും മതിയായിരുന്നിരിക്കുക എന്നെ കുറിച്ച്, അതുകൊണ്ടായിരിക്കും. ഇനി അവിടുത്തെ ആ പ്രശ്നം, അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നില്ല. ഏറ്റവും അഴുകിയാൽ ഒഴുകുന്ന ആ സ്ഥലവും പബ്ലിക് ടോയ്ലറ്റും അങ്ങനെയുള്ളൊരു സ്ഥലം. അപ്പോൾ നമ്മളെല്ലാവരും കേരളത്തിൽ നിന്ന് എന്തായാലും അത്രയും വൃത്തിയായിട്ടൊരു ചുറ്റുപാടിൽ നിന്നല്ല നമ്മൾ വരുന്നത്. അപ്പോൾ അന്ന് അത്ര വലിയ സൗകര്യമൊന്നും ഇല്ലെങ്കിൽ പോലും ന്യായമായ ക്ലെൻലിനെസ്സിൽ നിന്നാണ് ഞാൻ ആ സ്ഥലത്തേക്ക് പോയത്. പക്ഷെ എനിക്ക് അത് ഭയങ്കര അന്ന് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. ഇതെല്ലാം എനിക്ക് ഫെമിലിയർ ആയിരുന്നിട്ട് പോലും ആ ഒരു അനുഭവം എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചേ, പരിശുദ്ധനാകുന്ന ദൈവപുത്രൻ പാപത്തിന്റെ ചെളിക്കുഴിയിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ ജീവിച്ചപ്പോ എന്തോ ഇന്റൻസ് ആയിരിക്കും അവിടുന്ന് നേരിട്ടതാകുന്ന ആ പരീക്ഷ. ഒന്ന് ചിന്തിച്ചേ, അതൊന്ന് ചിന്തിക്കണം. നമ്മളെ തന്നെ ഒന്ന് കമ്പയർ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ആ ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ള സത്യം അടിവരയിട്ട് നമ്മൾ പഠിപ്പിക്കണം. അതേസമയം തന്നെ അവനിൽ എന്തില്ല? പാപമില്ല. അവൻ പാപം ചെയ്തിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ല. വളരെ വ്യക്തമായിട്ട് ഇത് രണ്ടും ഒരുപോലെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നു. ഇനി അതിന്റെ 8-ാമത്തെ വാക്യം, 3-ാം അധ്യായം 8-ാം വാക്യം. സോറി, 4:9 ഒന്ന് വായിച്ചോളൂ. 4:9
ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ആ നാം അവനിൽ ജീവിക്കേണ്ടതിനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. സോ ജീസസ് വാസ് സെന്റ് into the world. ഇനി എങ്ങനെയാണ് അയച്ചത്? 4:2 ഒന്ന് വായിച്ചേ. 4:2. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെ. That is so important. യേശു എവിടെ വന്നു? ജഡത്തിൽ വന്നു. He manifested himself in our flesh. ജഡത്തിൽ വന്നു. പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. യോഹന്നാൻ പറയുക, ഞങ്ങൾ ഇതിന് സാക്ഷികളാണ്. ഞങ്ങൾ ഇതിന് സാക്ഷികളാണ്. ഞങ്ങളുടെ കൈ തൊട്ടു, ഞങ്ങൾ കണ്ടു. അപ്പൊ ആ ഒരു ഫാക്ട് വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ പറയും. ഇനി അത് മാത്രമല്ല, ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വളരെ വ്യക്തമാക്കി തരും. അതാണ് അതിനകത്തൊരു വിഷയം. ദൈവവചനത്തിന്റെ സത്യ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നേരത്തെ ഒരു റോങ് കൺസെപ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല, ഞാൻ വീണ്ടും ജനിച്ച ആളാണെങ്കിൽ ദൈവവചനത്തിന്റെ സത്യ ഉപദേശം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ആസ് ക്ലിയർ ആസ്, അതായത് വളരെ വ്യക്തമാണ്. കാരണം എന്താണെന്ന് അറിയാമോ? അതിന്റെ ചില വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ച്. 2:20, അതിന്റെ 27 ഈ വാക്യങ്ങളൊക്കെ ഇത് വായിച്ചു. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു സകലവും അറിയുന്നു. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു സകലവും അറിയുന്നു. സകലവും അറിയുന്നു. സകലവും അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയുന്നുണ്ടെന്നല്ല. കാരണം അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോ തന്നെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതായത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷം ആയില്ല. നമുക്കറിയത്തില്ല എന്തോ ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷം. അപ്പൊ അറിയാൻ വയ്യാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ when it comes to the doctrine of Christ, if one has the true infilling and the indwelling of the Holy Spirit, it will be very clear. യേശുവിനെ കുറിച്ചുള്ള ഉപദേശം വ്യക്തമായും ഞാനിത് പറഞ്ഞു വരുന്നതെന്നറിയാം. നമ്മൾ ചിന്തിക്കും, പല പല ആൾക്കാരുണ്ടല്ലോ, പലരും ചോദിക്കുന്നുണ്ട്, ഇന്ന ആൾക്കാർ ഇന്ന യുവസാക്ഷികൾ അല്ലെ യേശു അവർ രക്ഷപ്പെടുന്നു. അവര് ഇൻഡിവിജ്വലി ഇന്നാളൊക്കെ രക്ഷപ്പെടുന്നൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, തിരുവചനത്തിൽ യേശുവിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് അത് വിശ്വസിക്കാത്ത ആരും രക്ഷപ്പെടുകയില്ല. തിരുവെഴുത്തിൽ യേശുവിനെ എങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു? കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വാസം ചെയ്യുന്നു എങ്കിൽ ഈ ഫോൾസ് ഡോക്ട്രിൻസ്, തെറ്റായ ഉപദേശങ്ങൾ, അതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞ നിർത്തടിച്ചത്. ഹല്ലേലൂയ വിളി കേട്ടത്. ഇനി അന്നത്തെ ആ ഒഴുക്കിൽ അങ്ങ് ചെയ്തതായിരിക്കുമെന്ന് ഞാനങ്ങ് ആശ്വസിക്കുക. ആകട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഈ കർത്താവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നത് വളരെ വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ ഉപദേശത്തിൽ നിൽക്കാതെ അത് കടന്നു പോകുന്ന ഒരുത്തനും എന്തില്ല, ഒരുത്തനും ദൈവമില്ല. ഈ ഉപദേശത്തിൽ എന്ന് പറയുമ്പോൾ യോഹന്നാൻ പറയാ, ഞങ്ങൾ ഈ പറഞ്ഞ അപ്പോസ്തലന്മാർ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ഈ ഉപദേശം യേശുവിനെ കുറിച്ച് ഇതിൽ നിലനിൽക്കാത്ത ഒരുത്തനും ദൈവമില്ല. അപ്പൊ അത് വളരെ ക്ലിയർ അല്ലേ? സോ if the life of God is in me, ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം അതിന്റെ എല്ലാ ഉപദേശങ്ങളും എല്ലാം അതിന്റെ നൂലാമാലകളെല്ലാം ക്ലിയർ ഒന്നുമല്ല. ബേസിക്കായിട്ടുള്ള നമ്മുടെ
കർത്താവിനെ കുറിച്ചുള്ള ഈ ഉപദേശങ്ങൾ ദൈവവചനത്തിൽ നിന്ന് വായിച്ച് നമുക്ക് മനസ്സിലാകാൻ കഴിയും. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നു. അത് തന്നെയല്ലേ പറയുന്നത്. അത് താഴോട്ട് നമ്മൾ വായിച്ചു പോയി കഴിഞ്ഞാൽ അത് വളരെ വളരെ വ്യക്തമായിട്ട് അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. നോക്കുക, അപ്പോൾ അത് ഒന്നാമതായിട്ട് യോഹന്നാൻ പറയുന്നു, the certainty about Christ. രണ്ടാമതായിട്ട് the certainty of eternal life. രണ്ടാം അധ്യായം അതിന് 3-ാം വാക്യം ഒന്ന് വായിച്ചേ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. We know that we know him. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നത് നിത്യജീവനാകുന്നു. ഏകസത്യ ദൈവമാകുന്ന അങ്ങയെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നത് നിത്യ ജീവനാകുന്നു. നോക്കുക, ഇനി നമുക്ക് അപ്പോൾ വീണോ രണ്ടാമത് നാം അവനിലാണെന്ന് നമുക്കറിയാം. 2:5 ഒന്ന് വായിച്ചേ. 2:5 ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹവും വാസ്തവമായി തിരഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നാം അവനിൽ ഇരിക്കുന്നു. ഇനി അതിന്റെ 4:13 ഒന്ന് വായിച്ചേ. 4:13 നാം അവനിലും അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു. നോക്കിയേ, ഇറ്റേണൽ ലൈഫ് ഈസ് എ റിലേഷൻഷിപ്പ് എന്നാണ് ആ വേദഭാഗം എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നാം അവനിൽ ഇരിക്കുന്നു, അവൻ നമ്മിലിരിക്കുന്നു. ഇത് യേശു കർത്താവ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബന്ധത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി ആവുന്നു, നിങ്ങൾ ആരാണ്? കൊമ്പുകളാണ്. ആ ഒരു ബന്ധമാണ് കർത്താവുമായിട്ടുള്ളത്. വീണ്ടും ജനിച്ച ഒരാൾക്ക് ഈ ഒരു ബന്ധം അത് യോഹന്നാൻ പറയുന്നത് നമ്മൾ അറിയുന്നെന്നാണ് പറയുന്നത്. നമ്മൾ അറിയുന്നു. ഇനി അത് 4:13 നമ്മൾ വായിച്ചു. 3:24 അതിനോട് കൂടെ ഒന്ന് ചേർത്ത് വായിച്ചോളൂ. 3:24 നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവൻ ഇവനിൽ വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. നോക്കുക, we live in him and he lives in us. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. പലരും പറയുന്നത് എന്താണെന്നറിയാം? ആർക്കറിയാം? സ്വർഗത്തിൽ പോകുന്ന സാറ് ആർക്കറിയാം? ചെന്നാല് അങ്ങനാന്നോ? അങ്ങനല്ല കാര്യം. നാം അറിയുന്നു. We know. അതുകൊണ്ടല്ലേ റോമാലേഖനം 8-ാം അധ്യായത്തിൽ ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. എന്നറിയോ? നാം ദൈവ മക്കൾ ആകുന്നു. ഈ ഒരു ടെസ്റ്റിമോണി, ആ ഒരു സാക്ഷ്യം അത് വർദ്ധിച്ച് നമ്മളിൽ ഉണ്ടാകും. നാളുകൾ കഴിയും തോറും നമ്മുടെ ജീവിതത്തിൽ അധികമായിട്ട് വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഇനി അതിൻ്റെ ആ 3:14 ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? 3:14
5:13 കൂടെ ഒന്ന് ചേർത്ത് വായിക്കാമോ? നാം മരണം വിട്ട് ജീവൻ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. നോക്കിയേ, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് നാം സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ. അപ്പൊ ഞാൻ എനിക്കിപ്പോ ജീവനിൽ പോണം, എന്നാ പിന്നെ ഞാൻ സഹോദരന്മാരെ സ്നേഹിച്ചേക്കാം എന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെന്താ എന്നെ നമ്മൾ സ്നേഹിക്കുന്നതിനാൽ എന്തോ നമുക്കറിയാം, നാം ജീവനിലാണെന്ന് അറിയാം. എന്തോ സർട്ടിൻ ആൾക്കാർ ഇത് വളരെ ഇമ്പോർട്ടന്റ്. അതിന്റെ 5:13 വായിച്ച് 5:13. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടത് തന്നെ. അപ്പോൾ ദൈവമക്കൾ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടത്, അത് നമ്മൾ നേരത്തെ ചിന്തിച്ച വിഷയം, അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ യോഹന്നാൻ പറയുന്നത്, ഒന്ന്, നിത്യജീവനുള്ള ആളിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, അവൻ ദൈവത്താൽ ജനിച്ചവനാണ്, ദൈവത്താൽ ജനിച്ചവനാണ്, ജനിക്കപ്പെട്ടവനാണ്. 2, അവന് ദൈവത്തെ അറിയാം, ദൈവത്തെ അവൻ അറിയാം. കാരണം ഈ 5:20 ഒന്ന് വായിച്ച്, 5:20 ദൈവപുത്രൻ വന്നു ഇരുന്നു, സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു. ദൈവത്തെ അറിയാം, knowing God. ആ നോളജ് ആക്ച്വലി അത് ദിവസം കഴിയുന്നോറും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് വേറൊരു വിഷയം. There is a degree of knowledge. ആ ഡിഗ്രി ഏറ്റക്കുറച്ചിലുകളുണ്ടാകാം, ബട്ട് കഴിയുന്നോറും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, അതിനായിട്ടുള്ളൊരു വലിയ വാഞ്ച ഉണ്ടാവുകയും ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം, മോശയെ കുറിച്ച് എഴുതിയേക്കുന്നൊരു കാര്യമുണ്ട്. ദൈവം മുഖാമുഖമായി സംസാരിച്ച മോശയെ പോലൊരു മനുഷ്യൻ ഇല്ലെന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ മോശ ഇസ്രായേൽ മക്കളുടെ പാപത്തോടുള്ള ബന്ധത്തിൽ പുറപ്പാട് പുസ്തകം 33 മുതലുള്ള അധ്യായങ്ങളാണ്. അവിടെ നമുക്കറിയാം, അവിടെ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ കനാൻ ദേശത്ത് പോകാനല്ലേ വന്നത്, ഓക്കോ, ഞാനൊരു കാര്യം ചെയ്യാം, ദൂതനെ അയച്ചേക്കാം. അപ്പൊ ദൂതനെ അയച്ചേക്കാം. കനാൻ ദേശം പാലും തൊഴിലും ഒഴുകുന്ന ദേശമല്ലേ നിങ്ങളുടെ, നിങ്ങൾക്ക് വലിയ വിഷയം അതൊക്കെയാണ്. പക്ഷേ ദൂതനെ തന്നേക്കാം, അവൻ നിങ്ങളെ കൊണ്ടുപോകും. പക്ഷെ എനിക്ക് നിങ്ങളോടുകൂടെ വരാൻ പറ്റുകയില്ല, എനിക്ക് പറ്റുകയില്ല. ഉടനെ മോശം പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, അങ്ങ് ഇവിടുന്ന് പോകുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. എന്നിട്ട് കർത്താവിനോട് പറയുന്നത്, കർത്താവേ, അങ്ങക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ അങ്ങയെ അറിയുമാറാകട്ടെ, ഞാൻ അങ്ങയെ അറിയുമാറാകട്ടെ. എന്തോ മോശയെ കുറിച്ച് പറഞ്ഞേക്കുന്നത്, അവനെ പോലെ ദൈവത്തോട് മുഖാമുഖമായി സംസാരിച്ചൊരു മനുഷ്യൻ അറിയില്ല. പക്ഷെങ്കിൽ ആ ദൈവത്തെ അറിയുവാൻ, അപ്പോ ഏക സത്യ ദൈവമാകുന്ന ആ സത്യ ദൈവത്തെ അറിഞ്ഞ പിന്നെ ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിലെ ഉള്ളിലെ വാഞ്ചയെന്നറിയാമോ? കർത്താവേ, എനിക്ക് അറിയണം. മേ ഐ നോ യു. പുതിയ നിയമത്തിൽ ഇത് തന്നെയാണ്, ഫിലിപ്പിയിലെ 3-ാമത്തെ അധ്യായത്തിൽ ഇത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു സുവിശേഷകനിൽ എന്തെല്ലാം കാര്യങ്ങൾ ദൈവം അവനിൽ കൂടെ അക്കംപ്ലിഷ് ചെയ്തു, എത്ര സഭകൾ സ്ഥാപിച്ചു, എത്ര പ്രസംഗങ്ങൾ ചെയ്തു, എന്തെല്ലാം അത്ഭുതങ്ങൾ നടന്നു, മനുഷ്യവരുടെയൊക്കെ എല്ലാം നടന്നു, എല്ലാം സംഭവിച്ചു. പക്ഷേ ഞാൻ പറയുന്നതെന്നറിയാമോ? That I may know him. ഞാൻ അവനെ അറിയേണ്ടതിന്, I may know him.
ഇതുണ്ടോ പ്രിയപ്പെട്ടവരെ? ക്രിസ്ത്യൻ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വിഷയമുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ലിസൺ ടു മീ. നിങ്ങൾക്ക് സമാഗമൊന്നുമില്ല. കാരണം ചെറുപ്പം മുതൽ നിങ്ങൾ വാക്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് PYP ഉണ്ട്, സൺഡേ സ്കൂളുണ്ട്, ഇതെല്ലാം ഉണ്ട്. നിങ്ങളോട് വേണമെങ്കിൽ 5 മിനിറ്റ് പ്രസംഗിക്കാൻ പറയാൻ നിങ്ങൾ അതും ചെയ്യും. അതിനോ അപ്പൊ നിങ്ങൾ ആരും ചിന്തിക്കരുത് സമാഗമമില്ലാതെ ഏതെങ്കിലും സർട്ടൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ സാക്ഷ്യം പറഞ്ഞു, ഇനിയിപ്പം അങ്ങ് സ്നാനപ്പെടണം, അങ്ങനെ സ്നാനപ്പെടുത്തി, പിന്നെ തിരുവത്താഴം ഭക്ഷിച്ചു, അല്ലെ, ഓൾ റൈറ്റ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യം. എനിക്ക് അറിയത്തില്ല അങ്ങനെ ഒരു തലമുറയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നാലും ഇവിടെയൊക്കെ വന്നാലും ഉണ്ടല്ലോ. അതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് അവിടെ കൂട്ടായ്മ വേണം. പിന്നെ ചെറുപ്പം മുതലേ ഇതിനകത്തൊക്കെ പോയി വന്നതാ. അതുകൊണ്ട് പിന്നെ അവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് അപ്പനും അമ്മയും പറഞ്ഞു വിടും. ഇവിടെ വരുമ്പോഴേ മക്കളെ പോണം, അവിടെ പോകും. അതില്ല പിന്നെ മാക്സിമം വരാന്നേ. പിന്നെ ഫ്രൈഡേ അതും സൗകര്യമൊക്കെ ഒത്തു വന്നാൽ വന്നേക്ക. പിന്നെ ചിലപ്പോൾ അതും ചിലപ്പോൾ ചിലരോടൊക്കെ സത്യം പറഞ്ഞാൽ ആസ് എ പാസ്റ്റർ ചോദിക്കുമ്പോൾ എന്നാ സൗകര്യം ഇത് കണ്ടില്ലല്ലോ, ഇവിടുത്തെ കാര്യമല്ലേ, ഞാൻ കുറേ നാളായി ശുശ്രൂഷയിലായിട്ട്, അതുകൊണ്ട് അനുഭവം വെച്ചുകൊണ്ട് പറയും. ഇവിടുത്തേതോ ആണെന്നാണ് ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്നെ തോന്നുന്ന വരാഞ്ഞേ. അത് പാസ്റ്റേ വന്നില്ലെന്നേ ഉള്ളൂ, അത് മനസ്സിലുള്ളൂ. പിന്നെ ചിലർ പറയുന്നത് ഭയങ്കര വിചിത്രമായ കാര്യം, ഉറങ്ങിപ്പോയി. ഓഫീസിൽ പോകാൻ ഉറങ്ങാറുണ്ടോ? ഇല്ലല്ലോ. We know what matters to us. അല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞു വരുന്നു, അതിലുപരിയായിട്ട് കർത്താവുമായിട്ടൊരു ബന്ധം, കർത്താവിനെ അറിയാനുള്ള ബന്ധം, അത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എവിടെ പോയാലും നിങ്ങൾ കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിക്കും. നമുക്കിന്ന് വന്നേക്കുന്ന ഒരു വലിയ പ്രശ്നമില്ല, വലിയൊരു പ്രശ്നമില്ല. ആരോ ഒരു കർത്താവിന്റെ ദാസം ആരോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മത്തില്ല. നമ്മുടെ ഇന്നത്തെ പ്രശ്നം വീണ്ടും ജനിച്ചവർ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയും വീണ്ടും ജനിച്ചവരുടെ വീട്ടിൽ ജനിച്ചവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും വലിയൊരു പ്രശ്നമാണ്. വീണ്ടും ജനിച്ചവരുടെ വീട്ടിൽ ജനിച്ചവർ കുഴപ്പമൊന്നുമില്ല, അതൊരു നല്ല കാര്യമാണ് ഞാൻ കരുതുക. പക്ഷെങ്കിൽ വീണ്ടും ജനിച്ചവരുടെ വീട്ടിൽ ജനിച്ചാൽ മാത്രം പോരാ, ഞാനും വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കാതെ, ദൈവമായിട്ട് ബന്ധമില്ലാതെ, ദൈവമായിട്ട് കർത്താവിനെ അറിയണമെന്നുള്ള താല്പര്യമില്ലാതെ, അറ്റ്ലീസ്റ്റ് ആ ഒരു ദൈവവചനത്തിന്റെ അറിവില്ലായ്മയിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ ചിന്തിച്ചത്. ഓക്കെ, ദാറ്റ്സ് ഓൾ റൈറ്റ്. ബട്ട് വൺസ് ഇറ്റ് ഈസ് ക്ലിയർ, ക്രിസ്ത്യാനിറ്റി ഈസ് മോർ ദാൻ ഓൾ ദാറ്റ്. ഈ പല കാര്യങ്ങളെക്കാളും ക്രിസ്തീയ ജീവിതം അതിനേക്കാൾ ആഴമുള്ളതാണെന്നും ക്രിസ്തീയ ജീവിതം അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണെന്നും തിരിച്ചറിയുമ്പോൾ ലോർഡ് ലീഡ് മീ ടു ദാറ്റ് എന്ന് പറയാൻ തക്കവണ്ണം നമുക്ക് കഴിയണം കേട്ടോ. അതൊരു വലിയ വിഷയമാണ്, ഒരു വലിയ കൺസേൺ ആണ്. ഇവിടെ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നാം ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം വന്നു. എന്തൊരു സത്യമാണ്. ദൈവപുത്രൻ വന്നിട്ട് എനിക്ക് എന്താ തന്നത്? സത്യദൈവത്തെ അറിയാനുള്ള വിവേകം തന്നു. ഇത് ദൈവപുത്രൻ തന്നതാ. അല്ലെ പിന്നെ എന്തിനാ സത്യദൈവത്തെ അറിയാൻ കഴിയുന്നത്? എത്രയോ പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്, വിഗ്രഹങ്ങളെ സേവിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് all of a sudden ദൈവം കൊടുക്കുന്ന ആ വലിയ പ്രകാശനത്തിലേക്ക് അവർ വന്നു കഴിയുമ്പോൾ all of a sudden എല്ലാം ഉപേക്ഷിച്ച് they are willing even to forsake even parents. How on earth this happens? ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ദൈവപുത്രൻ വന്നു സത്യ ദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു. അതുകൊണ്ടല്ലേ ദൈവത്തെ അറിയാനുള്ള വിവേകം, ദൈവത്തെ അറിയുക. വി നോ എന്നുള്ള ആ പദപ്രയോഗം വളരെ വളരെ
ശ്രദ്ധേയമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചു, ദൈവത്തെ അറിയുന്നു, നീയും ദൈവത്തിൽ ജീവിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ദൈവത്തിൽ ജീവിക്കുന്നു മാത്രമല്ല, ദൈവത്തോടുള്ളതാകുന്ന ഇൻറ്റിമേറ്റ് പേഴ്സണൽ കമ്മ്യൂണിയൻ, അതാണ് നിത്യജീവൻ. അതാണ് നിത്യജീവൻ. ഇതിൽ കുറഞ്ഞ ഒന്നല്ല. എന്താണെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് ജനിക്കുക, ദൈവത്തെ അറിയുക, ദൈവത്തിൽ ജീവിക്കുക. അതല്ലേ നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ ദൈവത്തിൽ വസിക്കുന്നു. പിന്നെ ആ ദൈവത്തിൽ വസിക്കുന്ന ആ ഇന്റിമേറ്റ് ആയിട്ടുള്ള ആ ഫെലോഷിപ്പ്, അത് ഭയങ്കര ഇഷ്ടമാണ്. വീണ്ടും ജനിച്ച ഒരു ദൈവമായിരുന്നു ദൈവത്തോടുള്ള ഇന്റിമേറ്റ് ഫെലോഷിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം നിത്യജീവന്റെ ആ പ്രധാനപ്പെട്ട ആ സയൻസ് ആണ് എന്നുള്ള കാര്യം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ യോഹന്നാൻ ഈ കൗണ്ടർഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ളത് അതല്ലെന്നും ട്രൂ ആയിട്ടുള്ളത് എന്താണെന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. അത് ആ 3 ടെസ്റ്റുകൾ: 1 ദൈവപുത്രങ്കലുള്ള വിശ്വാസം, 2 എന്താണ് അനുസരണം, പിന്നെ സ്നേഹം. ഈ 3 കാര്യങ്ങളെ കുറിച്ച് ആവർത്തിച്ചാണ് ഈ യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഈ 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് 3 കൂടെ ചേർത്ത് നാം പറയുന്ന ഒരു കാര്യം. ആ ഭാഗത്തേക്ക് 5-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. നോക്കാം, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ബിലീഫാണ്. ആ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു എന്ന ആ വ്യക്തിയിൽ, ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുക. ഇപ്പൊ ഞാൻ എൻ്റെ വിശ്വാസം, എൻ്റെ ആശ്രയം ക്രിസ്തുവിൽ ഉള്ളത്, നമ്മൾ ചിന്തിക്കുന്ന രക്ഷിക്കപ്പെടുന്ന സമയത്ത് മാത്രം എക്സർസൈസ് ചെയ്യുന്ന ഒന്നാണ് വിശ്വാസം അല്ല. വിശ്വാസം ക്രിസ്തുവിൽ ഉള്ളത് അതൊരു ഓൺഗോയിങ് ആയിട്ടുള്ളതാണ്. ഓൺഗോയിങ് ആയിട്ടുള്ളതാണെന്ന് മാത്രമല്ല, അത് വളരുന്ന വിശ്വാസമാണ്, വർദ്ധിക്കുന്ന വിശ്വാസം. കാരണം പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നത് ജീവനുള്ള, അല്ലേ, ജീവനുള്ളതാകുന്ന, പത്രോസ് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു പദപ്രയോഗം പറഞ്ഞിട്ടുണ്ട്. ജീവനുള്ള അതിൻ്റെ ജീവനുള്ള പ്രത്യാശ. അതെ, ജീവനുള്ള പ്രത്യാശ. എനിവേ ഈ അതായത് നമ്മൾ നാളുകൾ കഴിയും തോറും കർത്താവിലുള്ളതാകുന്ന ആ ട്രസ്റ്റ് വീണ്ടും ജനിച്ച ഒരാളിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുകയെന്നല്ല. നമ്മുടെ ഈ യാത്രയിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരും. നമുക്ക് ആ റിസെന്റ്മെന്റും ആ സെൽഫ് പിറ്റി, അയ്യോ എനിക്ക് ഇങ്ങനെ എന്താവാം എന്നൊക്കെ ചിന്തിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും ജീവിതത്തിൽ, ഒക്കെ ഉണ്ടാകും. പക്ഷേ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി പറയുന്ന വാക്കുകൾ വളരെ വളരെ ശ്രദ്ധേയമാണ്. തിമോഥെയോസിന്റെ 2-ാം ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യം നാം ഇങ്ങനെ വായിക്കുന്നു. 2 തിമോഥെയോസ് 1:12 താൻ ഇങ്ങനെ പറയുന്നത്: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. ആരെ, എപ്പോഴാണ് ഇത് എഴുതുന്നത് നമുക്കറിയാലോ. ഇത് എഴുതുന്ന സന്ദർഭം ഡേ ഓഫ് ഡിപ്പാർച്ചർ അടുത്തിരിക്കുന്നു, നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ആ ലേഖനത്തിലെ കാര്യം.
അടുത്തിരിക്കുക. ഇനിയും തനിക്ക് സ്വതന്ത്രമായിട്ട് ശുശ്രൂഷയില്ല എന്നുള്ളത് ഉറപ്പാക്കി കഴിഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന തടവിൽ വെച്ച് എഴുതുമ്പോൾ ഫിലേമോൻ എഴുതുമ്പോൾ പറയുക, എനിക്കൊരു ഗസ്റ്റ് റൂം ഒരുക്കിക്കൊള്ളുക, അതിൻ്റെ പ്രാർത്ഥനയാൽ ഞാൻ പുറത്തു വരുമെന്ന് ഗസ്റ്റ് റൂം ഒരുക്കാനായിട്ട് അവനോട് പറയുന്നത്. എന്നാൽ തിമോഥെയോസിന്റെ ഈ രണ്ടാമത്തെ ലേഖനം എഴുതുന്ന സന്ദർഭത്തിൽ അതൊന്നും താൻ ആവശ്യപ്പെടുന്നില്ല. നിര്യാണകാലം അടുത്തു, ഞാൻ നല്ല പുറപ്പെടുത്തു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ബൈദവേ, ഈ വാക്യം സത്യത്തിൽ ജീവനോട് ഇരുന്ന ഒരാൾ പറഞ്ഞതാണ്. പലപ്പോഴും ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. വെരി മച്ച് അദ്ദേഹം ജീവനോട് ഇരുന്നപ്പോഴാണിത് പറഞ്ഞത്. ഞാൻ നല്ലപോലെ പൊരുതു, വിശ്വാസം കാത്തു, പിന്നെ ഞാൻ നല്ല ഓട്ടം തികച്ചു, നീതിയുടെ കിരീടം എനിക്കായിട്ട് കാത്തിരിക്കുന്നു. എന്തൊരു ധൈര്യമല്ലേ, എന്തൊരു സന്തോഷമാണല്ലേ ജീവനോട് ഇരിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ മരണ ദിവസം അറിയാതിരിക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും ആ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാകാണ്ടൊക്കെയുള്ളൊരു ബന്ധത്തെ കർത്താവുമായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. നാളത്തേക്ക് മാറ്റി വെക്കാതെ ഇന്നിനിപ്പം കണ്ണടച്ച് നാളെ രാവിലെ കണ്ണു തുറക്കുമെന്നും അറിയത്തില്ലല്ലോ, എനിക്കൊന്നും വേണ്ട കേട്ടോ. ഇനി കണ്ണടച്ചാൽ നാളെ തുറന്നില്ലേ എന്താ, ഒന്നും സംഭവിക്കാനില്ല. കർത്താവിനെ സ്നേഹിക്കുന്നത് ദൈവമകന് പോളാറിനെ കുറിച്ച് പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുക എന്നുള്ളത് അത്യുത്തമമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചോട്ടെ എന്നല്ല പറയുന്നത്. ജീവനോടിരിക്കാൻ എത്രത്തോളം കർത്താവിന് അത്രത്തോളം ഇരുന്നോട്ട്, ജീവനോട് ഇരുന്നാൽ എനിക്ക് പ്രശ്നമില്ല, അങ്ങനെ ആ കർത്താവിൻ്റെ അങ്ങനെ അല്ല, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. കാരണം എന്നാ അത്യുത്തമമായതിലേക്കുള്ളതാകുന്ന ഒരു ട്രാൻസ്ഫറാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്, ഈ മരണത്തെ ആ നിലയിൽ നമ്മൾ ഭയപ്പെടേണ്ട. ഈ നമ്മുടെ ശരീരത്തിന്റെ ഒരു സേഫ്റ്റി മെക്കാനിസം എന്ന നിലയിൽ നമ്മൾ മരണത്തെ ഭയപ്പെടണം. അതുകൊണ്ടാണ് റോഡിന്റെ നടുക്ക് നമ്മൾ കയറി നിൽക്കാത്തത്. അതിൻ്റെ ആവശ്യമില്ല. ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്കൊന്നും ചാടേണ്ട കാര്യം ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ആ സേഫ്റ്റി മെക്കാനിസം കാര്യം. എന്നാൽ അൾട്ടിമേറ്റ്ലി ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് നമ്മൾ മരിച്ചോട്ടെ, അതിനെ ദൈവങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അത്യുത്തമമായതിലേക്കുള്ള ട്രാൻസ്ഫർ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഈ അപ്പോസ്തലൻ വന്നിരിക്കുമ്പോൾ തൻ്റെ വാക്കുകളിലൊന്നും ഒരു ഡസ്പയറുമില്ല. നേരെ മറിച്ച് തിമോഥെയോസിനോട് പറയുന്നത്, നേരെ മറിച്ച് താൻ ഉടനെ മരിക്കാൻ പോകാമെന്നുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാം ക്ലോസ് ഡൗൺ ചെയ്യുകയല്ലോ, ഇനിയിപ്പോൾ മരണം കാത്തിരിക്കുന്നു, അങ്ങനെയൊന്നുമല്ല. നീ പുസ്തകം കൊണ്ടുവരണം, there are books to be read. പുസ്തകം അവിടെ ഞാൻ വെച്ചേച്ച് പോകുന്ന പുസ്തകമൊക്കെ കൊണ്ടുവരണം, ഇനി അത് വായിക്കണം, ബ്രിങ് ദാറ്റ്. എന്നിട്ട് പറയാം, കം ബിഫോർ വിന്റർ, ശീതകാലത്തിൻ്റെ മുമ്പേ വരാനായിട്ട് ശ്രമിക്കുക. ട്രഡീഷനും ചരിത്രത്തിൻ്റെ ഇത് പറയുന്നത് ബിഫോർ തിമോത്തി അവിടെ ചെല്ലുന്നതിന് മുമ്പേ കർത്താവിൻ്റെ സന്നിധാനത്തിലേക്ക് അദ്ദേഹം കടന്നുപോയി. പക്ഷെ എന്തോ ആട്ടെ, ഞാൻ പറഞ്ഞത് ഈ വാക്കുകളിലൊന്നും ഒരു ഡസ്പയർ തനിക്കില്ല, ഒരു ഡസ്പയറുമില്ല. നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു. ഞാൻ എല്ലാ കണ്ടില്ലേ, എൻ്റെ എസ്റ്റാബ്ലിഷ്മെന്റ് കണ്ടില്ലേ, അത് കണ്ടില്ലേ, ഇത് പലരും അതാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇതെല്ലാം ആ കാര്യങ്ങൾ ആ ഒരു ലക്ഷ്യത്തോടാണ് പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊന്നുമില്ല, ഈ എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ച് ഒന്നും പറയാനില്ല, യാതൊരു ക്ലെയിംസും ഇല്ല. പറയുക, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. ഇന്നത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള വലിയ സക്സസ് കണ്ടിട്ടല്ല പറയുന്നത്. ഇന്ന് പലരും അത് കണ്ടിട്ടാണ് പറയുന്നത്. വിശ്വാസം ഞാൻ ഇറങ്ങിയപ്പോ ഈ ഒരു ഇതുകൊണ്ടാണ് ഇറങ്ങി. അതല്ല. ഹൗ മച്ച് ഞാൻ എത്രത്തോളം അക്യൂമുലേറ്റ് ചെയ്തെന്നുള്ളതല്ല, എത്രത്തോളം ഞാൻ ഗീവ് അവേ ചെയ്തു എന്നുള്ളതാണ് നിത്യതയിൽ കൗണ്ട് ചെയ്യുന്നത്. ഞാൻ അക്യൂമുലേറ്റ് ചെയ്തതൊന്നുമല്ല, അതൊക്കെ ഈ ഭൂമി കിടക്കത്തിലുണ്ട്. ഹൗ മച്ച് ഐ എം വില്ലിംഗ് ടു ഗീവ് അവേ. ആ അപ്പോസ്തലൻ പറയുക, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു. ദമസ്കോസിൽ ആ ദൈവപുത്രന്റെ ആ വെളിപ്പാടുണ്ടായ സമയം തൊട്ട് പിന്നെ ആ ജേർണി
സദൃശവാക്യത്തിൽ പറയുന്നത് പോലെ നീതിമാന്റെ ജീവയാത്ര ഓലോട്ടാ. അതെങ്ങനെയാ? സൂര്യൻ ഉദിച്ച് നട്ടുച്ച വരെ ശോഭിക്കുന്നത് പോലെ. അത് അതുപോലെ കർത്താവുമായിട്ടുള്ള ബന്ധം. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ മാധുര്യം, ആ കർത്താവുമായിട്ടുള്ള ആ ഇന്റിമസി ഒക്കെ നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ടോ? ഞാൻ കർത്താവിൽ വസിക്കുന്നു, കർത്താവ് എന്നിൽ വസിക്കുന്നു. അത് സ്വീറ്റ് ഫെലോഷിപ്പാണോ? സ്വീറ്റ് ഫെലോഷിപ്പാണോ? ആരുടെ പ്രേരണയൊന്നും ഇല്ലാതെ തന്നെ അതിനായിട്ട് ആ ഒരു പ്രേരണ. അത് മാത്രമല്ല, ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ. നമ്മൾ വായിക്കുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെ അവനിൽ നിന്ന് ജനിച്ചവനെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നതാണ്. അവനിൽ നിന്ന് ജനിച്ചവനെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. Fellowship, love to God and love to the people of God. കൂട്ടായ്മ ബന്ധങ്ങൾ ഒരുമിച്ച് കൂടി വരുന്നത്, അവർ ഒന്നിച്ച് കൂടി വന്നു ഹൃദയപരമാർത്ഥത കൊണ്ടുകൊണ്ട് ഉല്ലസിച്ചും കൊണ്ട് അവരെന്തോ ചെയ്യുന്ന അപ്പം നോക്കിയുന്ന ആ കൂടി വരവുകൾക്ക് എല്ലാം ഭയങ്കര താല്പര്യം. ഇതാ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാര്യം. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ആദ്യം പറയേണ്ട കാര്യമില്ല. വൺസ് ദ ട്രൂത്ത് ഈസ് ക്ലിയർ. അല്ലാതെ കുറെ പേരെ കൊണ്ടുവിട്ട് ഇരുത്തിയിട്ടും വലിയ കാര്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ കുറെ പേരെ കൊണ്ട് വെറുതെ നമ്മുടെ ചേർന്ന് നിറച്ചിട്ടും വലിയ കാര്യമില്ല. ഞാനീ പറയുന്നതൊന്നും മനസ്സിലാവുന്ന പോലുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നിത്യജീവൻ, when we are born of God, ദൈവത്തിൽ നിന്ന് ജനിച്ചെങ്കിൽ ഇതെല്ലാം ആ ജനനത്താൽ സംഭവിക്കുന്നു. അപ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യം, the more he lived the Christian life, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് ട്രസ്റ്റ്വർത്തിയാണ്. ജീവിതത്തിൽ നേരിട്ടതാകുന്ന കഷ്ടങ്ങളോ സങ്കടങ്ങളോ ഉപദ്രവങ്ങളോ ഇതൊന്നും തന്നെ കർത്താവ് എന്തുകൊണ്ടായിട്ട് എന്നോട് ചെയ്തതെന്നൊന്നും ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. പലപ്പോഴും അതുകൊണ്ടാണ് പൗലോസ് റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ സ്നേഹം കഴിഞ്ഞാഴ്ച ഞാനത് റെഫർ ചെയ്തല്ലോ, നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നതാണ് പറയുന്നത്. അത് എന്നിട്ട് താഴോട്ട് പറയുന്നത് അത് തന്നെയല്ല കഷ്ടത എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള അവസ്ഥയിൽ ദൈവം സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന ആ ഇന്റിമേറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ആ റിസെന്റ്മെന്റും ആ സെൽഫ് പിറ്റി ബിറ്റർനെസ്സും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും കേട്ടോ. റിസെന്റ്മെന്റ് കൊണ്ടുവരും, സെൽഫ് പിറ്റി കൊണ്ടുവരും, റിസെന്റ്മെന്റ് കൊണ്ടുവരും. എനിക്ക് ഇതൊന്നും ഞാൻ ഡിസേർവ് ചെയ്യേണ്ട ആളല്ല എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടുപോയി. അയ്യോ, എനിക്കെന്താ ഇങ്ങനെ പറ്റിയത്? നോ 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 നോ. കർത്താവ് നമ്മെ വിളിച്ചെങ്കിൽ, കർത്താവ് നമ്മെ സ്നേഹിച്ചെങ്കിൽ, കർത്താവ് തന്റെ അവസാനത്തുള്ളി രക്തം വരെ തന്നിട്ട് നമ്മെ വീണ്ടെടുക്കാൻ തക്കവണ്ണം ഈ ഭൂമിയിലേക്ക് ജഡത്തിൽ വെളിപ്പെട്ടെങ്കിൽ, ദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നെങ്കിൽ, ഒരു കാര്യം മനസ്സിലാക്കുക, കർത്താവ് ട്രസ്റ്റ്വർത്തിയാണ്, വിശ്വാസയോഗ്യനാണ്. അവനിലുള്ള വിശ്വാസം, ട്രസ്റ്റ് ഓരോ ദിവസം കഴിയുമ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതാണ് ദൈവത്തിങ്കിൽ നിന്ന് ജനിച്ചവനൊക്കെയും എന്ത് ചെയ്യുന്നു? യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ. അതിനെക്കുറിച്ച് അനേക കാര്യങ്ങൾ ആ ഒരു വേദഭാഗത്ത് നിന്ന് തന്നെ സംസാരിക്കാനായിട്ടുണ്ട്. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ നമുക്കത് തുടർന്ന് ചിന്തിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ നമുക്ക് അടയ്ക്കാം. ഒരു കാര്യം വളരെ വ്യക്തതയോടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ കർത്താവിനെ നമുക്ക് അക്ഷയമായിട്ട് സ്നേഹിക്കാം. കാരണം കർത്താവ് നമ്മെ സ്നേഹിച്ചില്ലേ? കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് തന്റെ പിതാവാകുന്ന ദൈവം നമ്മെ സ്നേഹിച്ചിട്ട് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ പിതാവിനെ അറിയാൻ തക്കവണ്ണം നമുക്ക് വിവേകം തന്നു. അറിയാൻ ആ സ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കട്ടെ.
അതിൽ നമ്മൾ വർദ്ധിച്ചു വരട്ടെ. കർത്താവിനെ അറിയാനുള്ള വാഞ്ച നമ്മിൽ ഉണ്ടാകട്ടെ. കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ അധികമധികമാകുന്ന ആകാംക്ഷ നമ്മിൽ ഉണ്ടാകട്ടെ. കർത്താവെ, എന്നിൽ വന്ന പിന്മാറ്റങ്ങളെ കർത്താവെ എന്നോട് ക്ഷമിക്കണമേ. കർത്താവെ, ഞാൻ നെഗ്ലിജന്റ് ആയിട്ടുള്ളത് എന്നോട് ക്ഷമിക്കണമേ. ഞാൻ വാച്ച്ഫുൾ ആകാതിരുന്ന് ഈ റിസെന്റ്മെന്റും ബിറ്റർനെസ്സും സെൽഫ് പിറ്റിയും ഒക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു പോയത് എന്നോട് ക്ഷമിക്കണമേ. എനിക്കതിനെ ഓവർകം ചെയ്യുവാൻ എനിക്ക് സഹായിക്കണമേ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു എന്നാണല്ലോ തിരുവഴുത്തിൽ എന്നെ വായിക്കുന്നതാകിയാൽ ഞാൻ ദൈവത്തിൽ നിന്ന് ജനിക്കുവാൻ നിൽക്കണം. പിതാവിനോട് പ്രസാദം തോന്നിയതിനാൽ എന്നോട് കൃപ തോന്നി അവിടുത്തെ ആത്മാവിനാൽ എന്നെ ബലപ്പെടുത്തണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഹോദരന്മാരോട് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.